പേടിയുണ്ട് ഫോൺ വിളിക്കണ്ട. നമ്മളെങ്ങോട്ടമ്മ അരീക്കോട് കൊളസ്ട്രോള് ഷുഗറൊക്കെ നോക്കാനും പറ്റല് പോവാണ് അല്ലേ? പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, വന്നിട്ട് വേണം ചോറും കറിയൊക്കെ ഉണ്ടാക്കാമല്ലമ്മ. അത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അമ്മ പേടിയുണ്ടോ? പേടിയാണ്. നമുക്ക് ഭയങ്കര പേടിയാവുണ്ട് കേട്ടോ. എത്രയോ പറഞ്ഞറിയാം ഞങ്ങള് കുത്താൻ പോവാറില്ല. 5-6 ഒരു വർഷമായി ഇപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര പേടിയോടെ ഇരിക്കും. പേടിയുണ്ട് ഫോൺ വിളിക്കണ്ട. പേടിയുണ്ടോ? വേനുണ്ടോ? കുറച്ച് നേരം പിടിച്ചോളൂ. പേടിയായമ്മ അമ്മ അവിടെ ചോര എന്താണ് പേടിച്ചില്ലേ? എവിടത്തൊക്കെയോ ഇവിടെ ഇങ്ങനെ ഒരു ഇടിപ്പുണ്ടായിനി കുറെ നേരം. അത് പോയിട്ട് ഇനി എന്താ നോക്കണം എന്തെങ്കിലും? അതുകൊണ്ടാണ് ഞാൻ പോവാത്ത. സൂചിത്തിനൊക്കെ പേടി. അപ്പൊ ഇന്ന കുത്തിയാലോ? അന്നെ കുത്തിയാലും പേടി. നമ്മളെ വന്നൊക്കെ വേറെ എല്ലാവനൊക്കെ വല്ലാതെ ധൈര്യം ഉണ്ടാവും. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു ടെൻഷനാണ്. എന്താ ചെയ്യാലോ? ആരുമില്ലല്ലോ നമ്മൾ കൂടും. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഷുഗർ കൂടുതൽ അല്ല ഒന്നും ഉണ്ടാവില്ല. കൊളസ്ട്രോൾ ചിലപ്പം കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം കൊഴുപ്പ് ഉണ്ടല്ലോ, തിന്നിട്ട് കൂടുകയാണെങ്കിൽ കൂടും. ശരീരം ബ്ലഡ് വരുന്നുണ്ട്. അവിടെ കുറച്ച് നേരം വെച്ചാലും നോക്കില്ലേ? നിങ്ങൾക്ക് ഏതാ വേണ്ടിയമ്മ? ഇവിടെ ഇഷ്ടമുള്ള ഏതൊക്കെ ഫ്ലേവറുള്ളത്? ഏറ്റവും ഇവിടുന്ന് പോകുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കാലോ. അതേക്കാൾ നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് തന്നെ. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ഓരോ ഇളനീരുണ്ട്. ഇളനീ വേണം. ഒരു 2 അത്തിപ്പഴവും 2 ഇളനീരും എടുത്തിപ്പോ കൊണ്ടുപോകാനാ? അല്ല അപ്പൊ കഴിക്കണം. നിങ്ങളെ വീട് ഇവിടെ അരികോട? എന്റെ വീട് അരികോടാണ്. അരികോട് പറഞ്ഞാൽ നേരെ മോന്റെ തറവാടി ആണല്ലോ അടി വിലക്കല്ലല്ലോ കാര്യം, രസത്തിലാണല്ലോ. എളിഞ്ഞീനാട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം. അപ്പോ ഇപ്പൊ സൂചിയൊക്കെ കുത്തിട്ട നല്ല ക്ഷീണിച്ചില്ല. അപ്പൊ ഇനി ഒന്ന് കൂളായിക്കോളി. ചായ നമുക്ക് പോകുമ്പോൾ കുടിക്കുമ്മ. ഇപ്പൊ നിങ്ങള് ഒന്ന് കൂളായി. നിങ്ങൾക്ക് ഐസുകൾ ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടല്ല ഐസ്? അമ്മക്കൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഐസ് കഴിക്കാം. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ അരീക്കോടുള്ള നല്ല ടേസ്റ്റ് ഐസ് കിട്ടുന്ന ഷോപ്പ് വന്നാൽ അല്ലേ? ഉമ്മ അത് നല്ല തട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട് ഉമ്മ? അപ്പം അടുത്തത് അത്തിപ്പായം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഐസ് ആട്ടോ. നിങ്ങൾക്ക് അത്തിപ്പായം എന്താ ഒരു ഐസിൽ നിർത്തിയോ? അതെന്തേ? അത്തിപ്പായം എങ്ങനെയുണ്ട് ഉമ്മ? കുഴപ്പമില്ല. മറ്റേതോ ഇളനീനോ? ഇളനീര് അത്തിപ്പഴത്തിൻ്റെ ഈ ഇതിങ്ങനെ കഴിക്കണോണ്ട് ഉമ്മാക്ക് എന്തോ ഒരു അല്ലേ സംഭവം അടിപൊളി. ഞാൻ 4ാമത്തെ ഐസാണ് ഇത് കഴിക്കുന്നത്. ഈത്തപ്പഴാട്ടോ. ഒരു രക്ഷയില്ല, ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. ഇമ്മ 2 ഒതുക്കിയിട്ടുണ്ട്. മതി എന്ന് പറഞ്ഞു. ഒരുപാട് നല്ല ഫ്ലേവറുകളുണ്ട്.
മതി ഉമ്മ ഇത് കഴിച്ചോക്കെ ഈത്തപ്പഴത്തിൽ കഴിച്ചോക്കോ. അപ്പം ഇതാണ് നമ്മളെ ഐസിൻ്റെ ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഐസാണ്. എന്താ വേണ്ടി അമ്മ? ചായ, കട്ടൻ ചായ. എന്താ പാൽ ചായ കുടിക്കാത്ത? ഇഷ്ടമില്ല അല്ലേ? ആദ്യമേ കുടിക്കൂല, അതുകൊണ്ട് ഇഷ്ടമല്ല, കുടിക്കും എങ്ങനെയെങ്കിലൊക്കെ. എന്തിനാ പത്രം പാലെല്ലാം കുടിക്കാൻ മതി. നെയ്യിട്ട പത്തിരിയല്ലേ കേട്ട് നെയ്യില്ലേ പൊരിച്ച കോഴി ബീഫൊന്നും ഇല്ലല്ലേ. നിങ്ങൾക്ക് എന്തല്ലേടാ? സേമിയടാ. എനിക്ക് എൻ്റെ ഒരു പൊതി പച്ചക്കറിയാണ്. ഇങ്ങനെ വെച്ചിട്ടില്ല. ഇതൊന്നും പാർസലാക്കണം. അസുവിനോ? അസു കഴിക്കില്ലമ്മ. ടേസ്റ്റ് ഉണ്ടോ? എന്നെക്കാണോ സ്ഥലത്തോട്ട് വരച്ചാൽ എനിക്ക് ഉറപ്പാണ്. എന്നെക്കാണോ സ്ഥലത്തോട്ട് നിങ്ങളെ പോലെ അല്ല, ഇത് സോഫ്റ്റ്. എനിക്ക് കുറച്ചൊരു നെയ്യാണല്ലോ ഒക്കെ ഇത് പറ്റൂല. എന്താ ചെയ്യാട്ടോ. അപ്പം നമ്മൾ കൊളസ്ട്രോളും ഷുഗറൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ഒന്നും ഉമ്മാക്കില്ല, കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ്. കൂടുതലും ഞാൻ ഓവറില്ല, ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ അളവിലേറെ ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് സാലഡൊക്കെ ഉള്ളതൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്യാനോ പിന്നെ നമ്മൾ ഉണക്ക ചെമ്മീൻ വാങ്ങിക്കാനൊക്കെ പോയതാണ് കേട്ടോ. കുറേ റിക്വസ്റ്റ് വീഡിയോ ഉണ്ട് ഉമ്മാൻ്റെ ഉണക്ക ചെമ്മീൻ്റെ. അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. കുറേ ആൾക്കാർ പേഴ്സണലി ചോദിച്ചുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഉമ്മൻ ഉണ്ടാക്കുന്ന ഉമ്മാൻ്റെ റെസിപ്പി തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചൈന ഗ്രാസ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, റഷ്യൻ സലാഡ് ഉണ്ടാക്കാനാണ്. പിന്നെ അതിന് ശേഷം എന്താ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോറ് തീമിട്ട് ഊറ്റി വെച്ച് പോകുന്നതാണ്. ഇനി വീട്ടിലെത്തിയിട്ട് വേണം കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു 12:30 ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള കുമ്പളങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മയും പോവുകയാണ്. അപ്പോൾ ഒരു കെമിക്കലും ഇടാതെ നമ്മളെ വീട്ടിൽ പൊട്ടി മുളച്ചുണ്ടായ സംഭവമാണ് കേട്ടോ. നമ്മൾ ഈ സംഭവം കുഴിച്ചിട്ടതൊന്നുമല്ല, തന്നാലുണ്ടായതാണ്. ഇതുമ്പോൾ തന്നെ ഒരുപാട് കായ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ കറി വെച്ചു. അപ്പോൾ ഇന്ന് കറി വെക്കാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ദാ കുമ്പളങ്ങ പറിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ കുമ്പളങ്ങത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളിത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇതാ കുഞ്ഞി ഉണ്ടാവുന്നുണ്ട്. പുതിയത് ഇവിടെ ഇവിടെ ഒന്നും കണ്ടില്ല. എവിടെ ഇന്ന് അപ്പുറത്താ അവിടെ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഒരു 3-4 വലുതുമെന്ന് പറിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള്. ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് എന്താന്നുള്ള കൺഫ്യൂഷൻ കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വീട്ടിലെ കുമ്പളങ്ങ ഉണ്ടല്ലോ അത് എടുക്കാച്ച്. ഉമ്മ അതാ കത്തിയൊക്കെ ആയിട്ടും പോകുന്നു. അതിൻ്റെ ഉള്ളിലുണ്ടോ? അതതിൻ്റെ ഉള്ളിലുണ്ടല്ലേ? അതിൻ്റെ ഉള്ളിലുണ്ട്. അതെന്നെ പറഞ്ഞു മാളി കത്തി. അതാ അതിൻ്റെ ഉള്ളിൽ നോക്കിയൊക്കെ ജസ്റ്റ് നോക്കി നോക്കി. അതിൻ്റെ ഉള്ളിൽ കാണാതെ ഇപ്പോഴാട്ടോ നോക്കിയപ്പോഴാണ് കണ്ടത്. ആ തൊടു കൂടെ കുമ്പളങ്ങ ഉണ്ടാക്കാൻ എൻ്റെ കുഞ്ഞാപ്പൂനെ കുരുവാതെ പിന്നെ ഇതാ ഇവിടെ ഉണ്ട് ഒന്ന് കാണാത്ത ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കറി വെക്കാനുണ്ടോ നോക്കട്ടെ അറിഞ്ഞപ്പം അതെന്തല്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത് കേട്ടോ. ഇതിങ്ങനെ നെട്ടിച്ചാൽ മതി. അങ്ങനെ ആക്കിയതിന് ഇറങ്ങാറാക്കണം. വള്ളി ഇടരുന്ന അപ്പോൾ ഇതാ ഒരു വളം പോലും ഇടാത്ത നല്ല നാടൻ കുമ്പളം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ? കോഴി. അപ്പോൾ നമ്മൾ കുഴിച്ചിട്ടാൽ ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. പടവും മുളച്ചാൽ കണ്ടില്ലേ, ഇതുപോലെ നല്ല നല്ല കായ ഉണ്ടാവും കേട്ടോ. ഉണ്ടാവും ഒന്ന് പ്രതീക്ഷയില്ലേനല്ലോ. വള്ളി വള്ളി ഉണ്ടപ്പോൾ നീ ഉണ്ടാവില്ല. എത്രയോ വട്ടം ഉള്ളീനതിൻ്റെ
അത് ഫുള്ള് ഇതാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാം ഒരു പീസ്. പീസ് ജ്യൂസ് അടിച്ചത്തിന് ഇതൊക്കെ ഇവിടെ കറി ആയിക്കോട്ടെ, ഒരു പീസ് ഞാൻ ജ്യൂസ് അടിച്ചോളാം. കറിക്കുള്ള കട്ട് ചെയ്തിട്ട് ബാക്കി നമ്മൾ ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിക്കത് നല്ല മൂത്തും ചെയ്തിട്ടില്ലമ്മ ആവശ്യത്തിന്. അല്ലമ്മ, ഏതാ നിങ്ങൾക്ക് കറിയൊക്കെ വേണ്ടിയേ? ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞോട്ടെ. അപ്പോൾ കുമ്പളങ്ങ ഇതാ ഞാൻ കുക്കറിലിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്തതിന് ശേഷം നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് 2-3 വിസിൽ വരിച്ച് അതിന് ശേഷം നമുക്കത് പുഴുങ്ങി അടിക്കുകയാണ് സംഭവം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരും എല്ലാ സംഭവം കുക്കറിലാണല്ലോ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷം നല്ല കട്ടപ്പാല ഉണ്ടെങ്കിൽ അതും പഞ്ചസാരയും ഒരു ഏലക്കായുടെ ഇട്ട് അടിച്ചു നോക്കി. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇപ്പോൾ അധികം കല്യാണ വീട്ടുകളിലൊക്കെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതാ നമ്മളിതാ നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പാക്ക് ഞാൻ മധുരം ഇടാതെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യാതെ അടിച്ചത് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടായിരുന്നു കുടിച്ചു നോക്കിയിട്ട് പറ്റൂല. അല്ല എന്നാലും ഉമ്മ എന്തായാലും ജ്യൂസ് ഒന്നും വല്ല കുടിക്കൂല, കണ്ടില്ലേ? ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയുണ്ട്? ഇത് സൂപ്പറടി വേവിച്ചായിട്ടില്ലേ. ഞാൻ ആദ്യമായിട്ടല്ലേ കുടിക്കുന്നത്? സാധാരണ കല്യാണ വീട്ടിലൊക്കെ ഇപ്പൊ ഉണ്ട് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ഇത് വേറെ ചേർത്ത്? പാല് കൂടാതെ പാല്, ഏലക്കായി, പഞ്ചസാര. അപ്പൊ അത് പിന്നെ പഞ്ചസാര ഇടാതെ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ല കേട്ടോ, നല്ല മഴയില്ലാത്ത ഇതുവാ നമ്മളെ വീട്ടിലുള്ള തന്നെ എടുത്ത്